ഋതു ആ പെണ്ണിനോട് സംസാരിക്കല്ലേ, ആനന്ദം പിള്ളയുടെ സന്തതിയോട്. രാജു, അനന്തം പിള്ള ഇങ്ങോട്ട് എറിഞ്ഞുവിട്ട പുല്ലാണി മൂർഖനാണോ ആ പെണ്ണ്? ആ എന്തോ ആവട്ടെ, നമുക്കെന്തോ ചെയ്തം. ചെറിയമ്മേ, ആ അനന്തം പിള്ളയുടെ മോളെയോ? അവള് രാജുവിനെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അല്ല, ഇവളെ രാജുവിന് എങ്ങനെ അറിയാം? മാരിവാനേസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോ ഇവളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ബാച്ചിലല്ല. ഓ, വല്ല ലൈനും ആയിരുന്നോ? അയ്യോ, ആ വഴിക്ക് പോകുന്ന ആളൊന്നും അല്ല ഞാനെന്ന് ചെറിയമ്മയ്ക്കറിയാലോ. അതറിയാം. രാജു പണ്ട് ശ്രീവിദ്വേഷി ആയിരുന്നല്ലോ. പക്ഷേ ഇവൾ എന്റെ പുറകെ കുറെ നാള് നടന്നതാ. എന്നിട്ട് എന്തായാലും അതൊരു വൺ വേ ലൈൻ ആയിരിക്കുമല്ലോ. അവൾ നിന്നെ പ്രേമിച്ചോ? അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരുന്നു പറയേ? പറയാം. ശല്യം മൂത്തപ്പോ മേലിൽ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്, പറഞ്ഞേക്കാം. അപ്പോ അവള് പ്രതികാരദാഹിയായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലോ? അവളുടെ ചെകിടത്തൊന്ന് കൊടുത്ത കാര്യേ ഋതുമോളോട് പറഞ്ഞേക്കേ. ഭാര്യയോട് ഒന്നും മറച്ചു വെക്കണ്ട. പവിത്ര സിസ്റ്റർ വീട്ടിലാണോ? അതെ സർ, ഞാനിപ്പോ വീട്ടില. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. മറ്റൊന്നുമല്ല, അത് സിസ്റ്ററുടെ ഒരു ഒപ്പീനിയൻ മാത്രം അറിഞ്ഞാൽ മതി. അയ്യോ സർ, ഞാൻ ഒരു കാര്യം കേട്ടാ അതിന്റെ അഭിപ്രായം പറയാൻ ബഹു മിടിക്കാ സിസ്റ്റർ, അതെനിക്ക് കൃത്യമായി അറിയാം. ദൈവമേ, ഈ സാറിന് ഇനി എന്നോട് പ്രേമം മറ്റുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സർ. സാർ പറയൂ, എന്റെ അഭിപ്രായം ഞാനും പറയാം. പക്ഷേ അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. കറക്റ്റ് ആയിരിക്കും. അത് എന്റെ അനന്തരവന്റെ ഒരു പ്രശ്നമാണ്. അവന്റെ ക്യാരക്ടർ സിസ്റ്റർക്ക് അറിയാമല്ലോ. അംബിക ചേച്ചിയുടെ മകനല്ലേ, അവനെ കുറിച്ച് ചിലതൊക്കെ എനിക്കറിയാം. മഹാപ്രശ്നക്കാരനാ അനന്തരവനല്ലേ. ഞാൻ എങ്ങനെ ഓക്കെ അല്ലെന്ന് പറയുന്നേ? സത്യത്തിൽ അവനൊരു ഫ്രോഡാ. അവനിവിടെ ജോലിക്ക് നിന്നൊരു പെൺകുട്ടിയെ ചതിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടി അവൻ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു. ഇപ്പോ അവൻ അവളെയും അവൾക്ക് അവനെയും വേണ്ട. ദീപക്കിനിപ്പോ ആ അനന്തംപിള്ളയുടെ മകളെ വിവാഹം കഴിക്കണമെന്നാ പറയുന്നത്. ആ വിവാഹം നടത്തി കൊടുക്കണോ? പറയേ, ആ വിവാഹം നടത്തി കൊടുക്കണോ വേണ്ടേ? ആ കല്യാണം നടക്കട്ടെ സർ. ഈ അഭിപ്രായം കേട്ടാ മതി. താങ്ക് യു സിസ്റ്റർ. ശരി സർ. ഈ വർമ്മ സാറിന് ഇത് എന്തു പറ്റി? നിനക്ക് കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ നീ എന്നെ ആക്കുവാ. നീ പഠിച്ച കളനാണെന്ന് നിന്നെക്കാൾ കൂടുതൽ എനിക്കറിയാം. കുട്ടിക്കാലത്തെ ചില വികൃതികള് ഞാൻ വല്യമ്മന്റെ മുമ്പിൽ കാട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഓ, വികൃതികളോ? ഈ കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരസ്പരം വഞ്ചിക്കാതെ സത്യസന്ധമായ ഒരു വിവാഹത്തിനാണോ നിങ്ങൾ ഒരുങ്ങുന്നതെന്ന്? ഞാൻ എനിക്കുണ്ടായ കുഴപ്പങ്ങളും പാളിച്ചകളും എല്ലാം ഞാൻ നന്ദനോട് പറഞ്ഞിട്ടുണ്ട് വല്യമ്മാവ. നന്ദുവോ? അതാരാ? നന്ദന. ഓ, നന്ദനെ ഞാൻ നന്ദു എന്നാ വിളിക്കുന്നത്. ഓ, ഞാൻ ദീപേട്ടനെന്നാ വിളിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് മാറ്റി വിളിച്ചോളൂ. അല്ല, വല്യമ്മാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എനിക്ക് ജീവിതത്തില് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും പറ്റിയിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിന്റെ അവിവേകം കൊണ്ട് പറ്റിപ്പോയതാ. അതെ,
അവിവേകമൊന്നുമല്ല, നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാ. എല്ലാ തെറ്റുകളും തിരുത്തി സമാധാനത്തോടുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെന്ന എന്റെ ആഗ്രഹം. അതിന് വല്യമാവൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. ഞാൻ എന്തിനാ അവസരം ഒരുക്കി തരുന്നത്? അവസരമൊക്കെ നിങ്ങൾ തന്നെ ശരിയാക്കി എടുത്തില്ലേ? ഞാൻ അമേരിക്കയിലായിരുന്നപ്പോ ദീപേട്ടനും ഞാനും തമ്മില് ഒത്തിരി സംസാരിക്കുമായിരുന്നു. എല്ലാം എന്നോട് ദീപേട്ടൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ ദീപേട്ടൻ ഒരു കുമ്പസാര കൂട്ടി നിന്ന പോലെ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുംഭസാരോ? കുട്ടിയാരാ? പള്ളിയിലച്ഛനാ? ഒരു പ്രായത്തിൽ പലർക്കും പല അബദ്ധങ്ങളും പറ്റുമല്ലോ സർ. ദീപേട്ടനെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ, അച്ഛന്റെ സംരക്ഷണം ഇല്ലാതെ വളർന്ന കുട്ടിയല്ലേ സർ ദീപേട്ടൻ. അതിൻ്റെതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. അച്ഛനില്ലാതെ വളർന്നു. ഇവന്റെ കൂടെ എന്നും ഇവന്റെ അമ്മ ഉണ്ടായിരുന്നു. ഇവന്റെ അച്ഛന്റെ സ്ഥാനത്ത് അമ്മാവനായ ഈ ഞാനും ഉണ്ടായിരുന്നു. സാറ് മിനിസ്റ്റർ ആയിരുന്നു. സാറിന്റെ തിരക്കാണ് ദീപേട്ടൻ മുതലെടുത്തത്. ഇടാ. ഇനിയുള്ള കാലം പരസ്പരം സ്നേഹിച്ച് ഒരേ മനസ്സോടെ ജീവിക്കാമെന്ന് ദീപേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്തായാലും ഞാൻ അനന്തമ്പിളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം.